മലയാള സിനിമയിലെ മിന്നും താരമാണ് പാർവതി തിരുവോത്ത്. ഓൺ സ്ക്രീനിലെ ശക്തമായ പ്രകടനത്തിലൂടെ കയ്യടി നേടാറുള്ള പാർവതി തന്റെ നിലപാടിലൂടെ മലയാള സിനിമയിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. മലയാള സിനിമയിലെ നിലനിൽക്കുന്ന പുരുഷാധിപത്യത്തിനെതിരെയുള്ള ശക്തമായ ശബ്ദമായിരുന്നു പാർവതിയുടേത്. WCCയുടെ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് പാർവതി. മലയാളത്തിന് പുറമെ തമിഴിലും ഹിന്ദിയിലുമെല്ലാം അഭിനയിച്ച് കയ്യടി നേടിയിട്ടുണ്ട് പാർവതി. ഇപ്പോഴത്തെ ഹൃതിക് റോഷൻ നിർമ്മിക്കുന്ന വെബ് സീരീസിലൂടെ OTT ലോകത്തേക്ക് എത്തുകയാണ് പാർവതി തിരുവോത്ത്. സ്ട്രോം എന്ന ആമസോൺ പ്രൈമിലൂടെയാണ് ബോളിവുഡിലേക്കുള്ള പാർവതിയുടെ തിരിച്ചുവരവ്. സ്ട്രോമിന്റെ അണിയറ പ്രവർത്തകർ പുരോഗമിക്കവേ പാർവതി ഹൃതിക് റോഷനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത്. സൂപ്പർ താരമെങ്കിലും അതിന്റെ ജാടകളൊന്നും ഹൃതിക് റോഷന് ഇല്ലെന്നാണ് പാർവതി പറഞ്ഞത്. പാർവതി പണ്ട് നൽകിയ ഒരു അഭിമുഖത്തിൽ സൂപ്പർ സ്റ്റാർ എന്ന പ്രയോഗത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും ഇപ്പോഴത്തെ സോഷ്യൽ വാക്കുകളും ചേർത്താണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച പുരോഗമിക്കുന്നത്. സൂപ്പർ താരമായിട്ടും ഹൃതിക് റോഷനും കുടുംബവും വളരെ ലാളിത്യത്തോടാണ് പെരുമാറിയത്. അവർ ശരിക്കും മറ്റുള്ളവരെ വെളിച്ചം കാണുന്നവരാണ്. അതിന് ഞാൻ ഏറെ അഭിനന്ദിക്കുന്നു. അവരുടെ ചോയ്സുകൾ മനോഹരമാണ് എന്നാണ് പാർവതി ഹൃതിക് റോഷനെക്കുറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയില്ലായിരുന്നു പണ്ടൊരു അഭിമുഖത്തിൽ പാർവതി പറഞ്ഞത്. സൂപ്പർ സ്റ്റാറും ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. വെറുതെ സമയം കളയാനുള്ള കാര്യമാണ്. താരാധന മൂത്ത് ഭ്രാന്തായ ആളുകൾ ഇടുന്നതാണ് സൂപ്പർ സ്റ്റാർ എന്ന വാക്ക് എന്ന് അറിയില്ലെന്നും പാർവതി പറഞ്ഞിരുന്നു. ഇത് കുത്തിപ്പൊക്കി താരത്തെ വിമർശിക്കുകയാണ് സോഷ്യൽ മീഡിയ. അവസരം തരുന്നത് കൊണ്ടാണ് ഹൃതിക് റോഷനെ സൂപ്പർ താരമെന്ന് വിളിക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു. അന്ന് ഒരു നിലപാടും ഇന്ന് വേറൊരു നിലപാടും. ഇത് ഇരട്ടത്താപ്പാണ്. പരൺ സുന്ദരി രഞ്ജിത്ത് പണിക്കർ പൊക്കിയടിച്ചതും ഇതുപോലെ തന്നെയാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നു. അതേസമയം 2026 പകുതിയോടെ സ്ട്രോങ് എന്ന പ്രൈമിലെത്തുമെന്ന് കരുതപ്പെടുന്നു. പാർവതിക്കൊപ്പം സബ ആസാദ്, ആലിയ എഫ്, സൃഷ്ടി ശ്രീവത്സ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്ന സീരീസ് സൗഹൃദ സംഘത്തിന്റെ കഥയാണ് പറയുന്നതെന്ന് കരുതപ്പെടുന്നു.